രാധേ രാധേ എന്തുണ്ടായി? കരയാതെ കാര്യം പറ. അയാളൊരു ദുഷ്ടനാണ്, അയാളൊരു മൃഗമാണ്. എനിക്ക് അയാളുടെ ജോലി വേണ്ട, എനിക്ക് ഒരുത്തന്റെയും ജോലി വേണ്ട. അയാൾ എന്ത് ചെയ്തു രാധേ? അയാൾ എന്നെ നശിപ്പിക്കാൻ നോക്കി. ഇന്ന് ഞാൻ രക്ഷപ്പെട്ടു. നീ എന്നെ തീരുന്നിച്ചല്ലോ, സാരമില്ല. ഒരന്യ പുരുഷൻ ചീത്ത വിചാരത്തോട് ദേഹത്ത് തൊടുന്നതും കടന്നു പിടിക്കുന്നതും സാരമില്ലാത്ത കാര്യമല്ല ഒരു പെണ്ണിന്. അതിനിപ്പോ മറ്റൊന്നും സംഭവിച്ചില്ലല്ലോ. എല്ലാ പരിശുദ്ധിയോടും ചേട്ടന്റെ കൈകളിൽ വന്ന് നിൽക്കണം എന്നാണ് എന്റെ ആശ. നിന്റെ മനസ്സും നിന്റെ സ്നേഹവും എനിക്കറിയാം രാധേ. ഒരു പെണ്ണാടി ഒന്ന് തൊട്ടുവെന്ന് വെച്ച് ഒരു പെണ്ണിന്റെയും പരിശുദ്ധി കുറഞ്ഞു പോകുന്നില്ല. മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റിന് ഒരു പെണ്ണും ഒരിക്കലും കുറ്റക്കാരിയാവുന്നില്ല. നീ ധൈര്യമായിട്ട് പോകൂ. എനിക്കിന്ന് അത്യാവശ്യമായ ഒരാളെ കാണാനുണ്ട്. നീ പോ. പറയുന്നത് കേക്ക്. പ്രേമിച്ചതിനുള്ള ഇടിയല്ലേ ഇത് മതി. ഇനി ഡിപ്പോസിറ്റ് ചെയ്തവന്മാര് കുറെ വരുന്നുണ്ട്. അവന്മാര് പിന്നെ എവിടെ ഇടിക്കും? നിന്നെ ഞാൻ അയ്യോ എന്റെ 10,000 ഇടി ഇടിച്ചില്ല. അല്ലെങ്കിൽ വേണ്ട, അവന്മാർ ഇടിച്ചോളും. ബാ നമുക്ക് പോവാം. കാണാൻ എത്ര നാൾ ഞാൻ കാത്തിരിക്കണം? നീ ഒന്നുകൊണ്ട് ദുഃഖിക്കരുത്. എന്റെ മനസ്സ് നിറയെ നീ ഉണ്ടായിരിക്കും എന്നും. ആ വിശ്വാസം മാത്രമായിരിക്കും എന്നെ ജീവിപ്പിക്കുന്നത്. ചേട്ടൻ നാളെ പോകുന്നു എന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ എന്റെ മനസ്സിന് എന്തോ ഒരു വല്ലാത്ത ഭയം. ഒരു ഭയവും വേണ്ട. ഞാൻ യുദ്ധത്തിനൊന്നുമല്ലല്ലോ പോകുന്നത്, ജോലിക്കല്ലേ. എന്റെ വീട്ടിലെ സ്ഥിതി യുദ്ധത്തെക്കാൾ കഷ്ടമാണ്. നീ എനിക്കൊന്നൊരു ഉറപ്പ് തരണം. എന്റെ സ്നേഹത്തിന് ചേട്ടൻ ഇനിയും ഒരു ഉറപ്പ് വേണോ? നിന്റെ സ്നേഹത്തിന്റെ കാര്യത്തിലല്ല, പിന്നെ എന്തുണ്ടായാലും നീ ധൈര്യമായിരിക്കുമെന്ന്, ദുഃഖിക്കാതെ എനിക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് നീ എനിക്ക് ഉറപ്പ് തരണം. എന്താണോ ഇവിടെ തട്ടിമറിച്ചിട്ടത്? എടി നിങ്ങളെ ചോദിച്ചത്. അപ്പൊ ഞാൻ പറയട്ടെ, ശ്രീധരമുള്ള ചേട്ടൻ വരുമ്പോ ഞാൻ ഇത്രയും സമയം അന്വേഷിച്ചിരുന്നെന്ന് പ്രത്യേകം പറയണം. ബാലചന്ദ്രൻ ഇവിടെ ഇരിക്കണം, ഇപ്പൊ വരും, കണ്ടിട്ട് പോകാം. നേരം വെളുത്തപ്പോ ഇവിടുന്ന് ഇറങ്ങിയതാ. ഒരു ജോലി ഉണ്ടായിരുന്നു, അതും തെളിച്ചു. നാട് ചുറ്റി നടക്കുക. കാമോനായിട്ട് കറങ്ങി നടന്നോടി.
പ്രേമം അഴിഞ്ഞോട്ടും നാട്ടിൽ മുഴുവൻ പാട്ടാണടി. നാണക്കേട്. നോക്കണ്ട, നീ കാരണം മറ്റുള്ളവർക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായി. ശ്രീരമ്പിള്ളച്ചേട്ടൻ വരുമ്പോ പെണ്ണ് വല്ലതും പറഞ്ഞു കൊടുക്കോ? ഏയ്, പുള്ളിക്കാരൻ എന്റെ ഈ കാര്യത്തിൽ വലിയ വിശ്വാസം. പിന്നെ ഇവളെവിടെ ഇങ്ങനെ നിർത്തിയിരുന്ന നമുക്ക് ശല്യവാ. വഴി ഉണ്ടാക്കാമെന്ന്. ഞാനിതാ ഇപ്പൊ വന്ന് കയറി. ചേട്ടനെ തിരക്കായിരുന്നു. മോക്ക് എന്തെങ്കിലും ഒരു ജോലി വാങ്ങിക്കൊടുക്കുന്ന കാര്യം പറയായിരുന്നു. ഇതുപോലുള്ള തട്ടിപ്പൊമ്മിന് ജോലി കിട്ടി എന്താ കാര്യം? എന്നാൽ അയക്കണ്ട. കള്ളു കുടിക്കാനും വീട്ടിയാലും വേറെ വഴി കണ്ടോണ്ടാ മതി. രാധമ്മയുടെ കാര്യം നമുക്ക് ശരിയാക്കാമെന്ന്. ചേട്ടാ, നമുക്കൊന്ന് ഇറങ്ങിച്ചു വരാം. ബാലൻ ചേട്ടനാ ഈ മനുഷ്യനെ കൊണ്ട് നടന്ന് കള്ളും ചാരായും മേടിച്ചു കൊടുത്ത് ചീത്തയാക്കുന്നത്. പിന്നെ ഞാൻ എട്ടുമൊട്ടും അറിയാൻ മേലാത്ത കൊച്ചു കുഞ്ഞല്ലേ കൊണ്ടുവന്ന് ചീത്തയാക്കാൻ. എന്റെ ഈ ലോകം ആവശ്യമില്ല. ഇങ്ങനൊരു നല്ല മനുഷ്യൻ എന്തെങ്കിലും ഒരു സഹായം. സഹായം ഓടി അവിടുന്ന് പാലൂടെ വാ. ചേട്ടാ, പട്ടണത്തിൽ എന്റെ ഒരു അടുത്ത സ്നേഹിതന് ഒരു വലിയ ഫാക്ടറി ഉണ്ട്. ഞാൻ പറഞ്ഞു രാധമ്മത്തോടൊരു ജോലി ശരിയായി കൊടുക്കാം. എനിക്കോ ജോലിയും കൂലിയില്ല. അവക്കെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ശരിയായി കൊടുക്കാമെന്ന്. ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞല്ലോ. എനിക്ക് ആ ജോലി വേണ്ട. പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കുമോളെ? അവിടെ കാണുമ്പോൾ ദുബായിന്ന് ബിസ്ക്കറ്റ് അയക്കും. നിങ്ങൾ കുറെ ദിവസമായി കുത്തുവാക്ക് പറയുന്നു. അവള് പറഞ്ഞാണോ കുറ്റം? ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾ അച്ഛനായി മോളായി. എനിക്ക് വേണ്ടി ആരും ജോലിക്ക് പോകണ്ട. ഇനി മര്യാദയ്ക്ക് പറയുന്നത് അനുസരിക്കും. ഈ കാലത്തൊരു ജോലി കിട്ടാനുള്ള പ്രയാസം നിനക്ക് അറിഞ്ഞുകൂടെ? ഇത് ബാലൻപിള്ളയ്ക്ക് പിന്നെ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ഏർപ്പാടാക്കിയതാ. അത് പാഴാക്കാതെ. എന്റെ രാധമേ, എനിക്ക് പരിചയമുള്ള സ്ഥലമായതുകൊണ്ട് പറയല്ല. അവിടെ ചെന്നാൽ നിനക്ക് ഒരു പ്രയാസവും ഉണ്ടാവില്ല. നീ ഒന്ന് ചെന്ന് നോക്ക്. പിന്നെ നിനക്ക് തിരിച്ചു വരണമെന്നേ തോന്നൂല. വാ, രാഹുകാലത്തിന് മുമ്പ് നമുക്ക് ഇറങ്ങാം. കാശ് വയ്ക്കുന്നു. കാശോടെ കാശ് ഇതെന്താ 5 ഉലുവയോ? അങ്ങോട്ട് വേണോ? കണ്ണ ശരിപ്പെടും. മാമൂല കാശൊന്നും കിട്ടിയില്ല. കിട്ടിയില്ലേ? ഞാനൊന്ന് പറഞ്ഞില്ലേ, അതുപോലെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ എന്റെ ആളാ, എനിക്ക് വിശ്വാസമില്ല. അങ്ങോട്ട് പോയി. അയാൾ ഉറപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കണ്ണും മൂക്കും കാണത്തില്ല. അയാൾ അങ്ങോട്ട് പോയിട്ട് പോയാൽ മതി. വണ്ടി മാറ്റിയിട്.
നമുക്ക് പോവാം.